CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് FC കഴിഞ്ഞ ദിവസം ഒരു വിങ്ങറെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ്, അഥവാ ഒരു പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ ഹോർമിപ്പാവിന്റെ ട്രാൻസ്ഫറുമായി അനുബന്ധിച്ചാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിങ്ങറെ കുറിച്ചാണ്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിങ് പൊസിഷനിൽ ഒരൽപ്പം അപാധകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പരിക്കും ഫോമില്ലായ്മയുമായി ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങുകൾക്ക് കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് ഇത്തവണ ശക്തി കുറവ് തന്നെയാണ്. നമുക്കറിയാം, വിങ്ങിൽ കളിച്ചിട്ടുണ്ടായിരുന്ന അഡ്രിയാൻ ലൂണ, സൗരവ് മണ്ഡൽ എന്നീ രണ്ട് താരങ്ങൾക്കും പരിക്കു പറ്റി പുറത്തേക്ക് പോയിരുന്നു. അതേസമയം രാഹുലിന്റെ ഫോമില്ലായ്മയും ബ്ലാസ്റ്റേഴ്സിന്റെ വിങ് പൊസിഷനെ വളരെയധികം തളർത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത സീസണിൽ വിങ്ങിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനായി ഒരു യുവതാരത്തെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് ടീമിൽ എത്തിച്ചു എന്നും കൂടാതെ ഈ ഒരു താരവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്രീ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് എന്നും IFTWCയുടെ റൈറ്ററായ റെജിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് FC അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് ISLൽ നിന്നോ അല്ലെങ്കിൽ I ലീഗിൽ നിന്നോ മികച്ച വിങ്ങർമാരെ ടീമിലേക്ക് എത്തിക്കുമോ എന്ന ആരാധകരുടെ ചോദ്യത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടിയായി റെജിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഒരു വിങ്ങറുമായി പ്രീ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചു എന്നും ISLൽ നിന്നും I ലീഗിൽ നിന്നും ഒരു പിടി മികച്ച വിങ്ങർമാരെ തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് നോട്ടം ഇട്ടിട്ടുണ്ട് എന്നും റെജിൻ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്റ്റിൽ എത്തിയ ഈ ഒരു താരത്തിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെ ആയിട്ടും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസണിലേക്ക് ഒരു യുവ വിങ്ങർ വരുമെന്ന കാര്യം ഇതിനോടകം തന്നെ ഉറപ്പായിരിക്കുകയാണ്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അഥവാ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് IFTWC എന്നുള്ളത്. ഏതായാലും യുവ വിങ്ങർമാരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC നോട്ടമിട്ട ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സൗരവ് മണ്ഡലിനെയും ബ്ലാസ്റ്റേഴ്സ് ലോണിൽ അയച്ച ബ്രൈസ് മിറാണ്ടയെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ISLന്റെ 11ാം സീസണിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മികച്ചൊരു പ്ലാൻ തന്നെ ഉണ്ട് എന്നുള്ളത്. ഏതായാലും ഈ ഒരു പ്ലാനിന്റെ തുടക്കം എന്ന നിലയിലാണ് നോവ സദോയെയും കൂടാതെ ഈ ഒരു വിങ്ങറെയും ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ്. ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നത് ഹോർമിപ്പാം റുയിവ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ താരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഒരു താരം ഈ ഒരു ISL സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ടീം വിടുമെന്ന വാർത്തയൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സീസൺ അവസാനത്തോടു കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഹോർമിപ്പാം റുയിവയെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ട്രാൻസ്ഫർ ഒക്കെ അവർക്ക് നടക്കാതെ പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ആ ഒരു ട്രാൻസ്ഫർ പരാജയപ്പെട്ടതോടുകൂടി ISLലെ തന്നെ ഒരു വമ്പൻ ക്ലബായ ബംഗളൂരു FCയും താരത്തെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ റെജിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഓഫറിനെതിരായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മറുപടി എന്നത് യുവ പ്രതിരോധ സൂപ്പർ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈ ഒരു താരത്തെ ഒരു കാരണവശാലും ഇപ്പോൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു ഹോർമിപ്പാമിന്റെ ട്രാൻസ്ഫറുമായി അനുബന്ധിച്ചുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മറുപടി. ഏതായാലും ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹോർമിപ്പാം അടുത്ത ISLന്റെ 11ാം സീസണിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടുമെന്നുള്ളത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.